ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, 2025 നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജനുവരി 11 11 ദിവസം കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ കല്ലറയിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണെന്ന് ഓർക്കാനായി കഴിഞ്ഞാൽ അത് ഏറ്റവും ഭാഗ്യപ്പെട്ട ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ മരണം എപ്പോഴും മുന്നിൽ കാണുക എന്നുള്ളത്. ചിലർക്കേ അതിന് സാധിക്കൂ. ചിലരെ നിർബന്ധിതമായി ദൈവം അതിനെ ഒരുക്കും. മഹാരോഗം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവസ്ഥയിൽ കൂടെ മരണം അടുത്തുണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയാൽ കൊണ്ടുവരപ്പെടുന്ന മനുഷ്യാത്മാക്കളുമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും മരണം മുന്നിൽ കാണുന്നത് വളരെ നല്ലതാണ് എന്നാണ് ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും, വിശുദ്ധരുടെ അനുഭവങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. സന്യാസികളുടെ ചരിത്രം വായിച്ചാൽ അവർ പറയുക, ഒരു ദിവസത്തിൽ 5 പ്രാവശ്യം മരണം സ്വപ്നം കാണണം എന്നാണ്. അത് നമ്മുടെ മരണവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ജീവിത പങ്കാളിയുടെ മരണം, മക്കളുടെ മരണം, അങ്ങനെ ഓരോരുത്തരുടെ മരണം, സഹോദരങ്ങളുടെ മരണം എല്ലാം നമ്മൾ മനസ്സിൽ കാണണം. എന്തിനാണെന്നോ, മരണം എല്ലാവർക്കും ഉണ്ട് എന്ന ഒരു ബോധ്യത്തിലേക്ക് വരാനാണ്. ആ ബോധ്യം കിട്ടിയാൽ ജീവിതം ഒന്നുകൂടെ വിശുദ്ധമാക്കാൻ കഴിയുമത്രേ. അതാണ് സന്യാസികളുടെ നിലപാട്. പ്രിയ സഹോദരങ്ങളെ, അത് വളരെ നല്ലതാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ആ തോന്നലിൽ നിന്നാണ് എപ്പോഴും ഞാൻ പറയുക, മരണം മുന്നിൽ കാണണം. ഓരോ ദിവസം ചെല്ലും തോറും ശവക്കല്ലറയിലേക്കുള്ള ദൂരം കുറഞ്ഞു എന്ന്. പലരും പറയും, ചേച്ചി മരണത്തെ ക്ഷണിച്ചു വരുത്തുകയാണോ എന്ന്. ഇങ്ങനെ പറഞ്ഞ് മരിക്കും. അതാണ് അവരുടെ നിലപാട്. ഇങ്ങനെ പറഞ്ഞാൽ, മരണത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞാൽ മരിക്കും. പ്രിയ സഹോദരങ്ങളെ, വലിയ ഒരു തെറ്റായ ബോധ്യമാണത്. മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മരണമൊന്നും അടുത്തു വരില്ല. ചിലരൊക്കെ പറയും, എപ്പോഴും ഇങ്ങനെ ശുദ്ധീകരാത്മാക്കളെക്കുറിച്ച് പറഞ്ഞാൽ ശുദ്ധീകരാത്മാവാകും. ഇല്ല, വെറുതെയാണ്. ശുദ്ധീകരാത്മാക്കളെ കണ്ടവരും നേരിട്ട് കണ്ടവരൊക്കെ എത്രയോ വർഷം ജീവിച്ചിട്ടാണ് മരിച്ചിട്ടുള്ളത്. 85ഉം 90ഉം വയസ്സ് വരെ ജീവിച്ചിട്ടാണ് അവരൊക്കെ മരിച്ചിട്ടുള്ളത്. ചിലരൊക്കെ പറയും, ഈ പ്രാർത്ഥിച്ച് സഹനം വിളിച്ചു വരുത്തിയെന്ന്. അതും വലിയ തെറ്റാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരാളെയല്ല. 17 വയസ്സ് മുതൽ എന്നല്ല, ഓർമ്മ വെച്ച നാൾ മുതലേ സഹനം തന്ന് കർത്താവ് രൂപപ്പെടുത്തിയിട്ടുള്ളൊരു ജീവിതമാണ് എൻ്റേത്. അന്ന് പ്രാർത്ഥന എന്താണെന്നറിയില്ല, ആത്മാക്കൾ എന്താണെന്നറിയില്ല. അതൊരു വശം. പിന്നെയും പറയും, ചോദിച്ചു വാങ്ങിയതാണ് ഈ സഹനമെന്ന്. അതും ഏറ്റവും വലിയ തെറ്റാണെന്ന് ഞാൻ പറയും. ജീവിതത്തിൽ ഇന്ന് വരെ ഈശോയെ എനിക്ക് കുറച്ച് സഹനം താ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ ഞാനൊരു വിശുദ്ധയൊന്നുമല്ലല്ലോ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ തെറ്റായ ബോധ്യമാണ് കേട്ടോ. നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ മരിക്കുമെന്നൊക്കെ ഒരിക്കലുമില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ചോദിച്ചതൊന്നുമല്ല ഈശോ ഇതുവരെ തന്നിട്ടുള്ളത്. ചോദിക്കാത്ത പലതും തന്നിട്ടുമുണ്ട്. അതാണ് സുഭാഷിതങ്ങൾ 16 പറയുന്നത്, നീ പദ്ധതികൾ വിഭാവനം ചെയ്യും, അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ്. നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, നിൻ്റെ പദ്ധതികൾ ഫലമണിയും. കർത്താവിന് ഇഷ്ടമുള്ള പദ്ധതികളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത്രയും പറയാനായിട്ട് കാരണം, ഇന്ന് നമ്മൾ ഒരു വലിയ സന്യാസി വിശുദ്ധൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത്. വിശുദ്ധ തെയോഡോഷ്യസ് എന്ന് പറയും. 106 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത്. 106 വയസ്സ് വരെ. ഇദ്ദേഹത്തിന് ചെറുപ്പത്തിലേ തന്നെ സന്യാസ ജീവിതത്തിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് കുറച്ചു കാലം കലാഞ്ചിനോസ് എന്ന ഗുരുവിൻ്റെ കീഴിൽ സന്യാസ ജീവിതം നയിച്ചിട്ട് അദ്ദേഹം വല്ല മലയിലേക്ക് പോകാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും ആളുകൾ വന്ന് ഇടവകയിലേക്ക് നിർബന്ധമായി കൊണ്ടുപോയി.
കുറച്ച് നാളൊക്കെ അവിടെ ജീവിച്ചു. പക്ഷേ ജനങ്ങൾ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ ഭയപ്പെട്ട് മലയിലേക്ക് കയറി എന്നാണ് പറയുന്നത്. അങ്ങനെയൊരവസ്ഥയിലേക്ക് നമ്മളൊക്കെ വന്നാൽ എത്ര നന്നായിരുന്നു. നമുക്ക് ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴേക്കും, ഒരു നല്ല കറി വയ്ക്കുമ്പോഴേക്കും ജീവിത പങ്കാളി ഒന്ന് പ്രശംസിച്ച് പറയണം, മക്കളും എല്ലാവരും പറയണം നന്നായിട്ടുണ്ടെന്ന്. കുഴിയപ്പം ഉണ്ടാക്കിയത് നന്നായിന്ന് പറയണം. അതിൽ മോശപ്പെട്ടതൊക്കെ വലുതും പറഞ്ഞാൽ അന്നത്തെ ദിവസം പോയി, പറ്റിപ്പോയി അല്ലേ, അത് ശരിയായില്ല അല്ലേ, പിന്നെ കലക്കി വെച്ച മാവ് പൊന്തിയില്ലെങ്കിൽ അതൊരു ഭയങ്കര കഷ്ടമായി. ആരെങ്കിലും അത് പറഞ്ഞാൽ എന്താ വീർത്ത് പൊന്താഞ്ഞ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പണി. ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് ആവണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമായി. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ നമുക്ക് വലിയ വിഷമം വരും. മനുഷ്യർ നമ്മളെ ഒന്ന് പ്രശംസിച്ച് പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് അഹങ്കാരം കൊണ്ടൊന്നുമല്ല, ഒരു ഇഷ്ടം, ചെയ്തതൊക്കെ നന്നായി എന്ന് പറഞ്ഞപ്പോൾ ഒരു സംതൃപ്തി. പക്ഷേ സന്യാസികൾ പറയുന്നത് ആ സംതൃപ്തി നമ്മളെ അഹങ്കാരത്തിലേക്ക് നയിക്കും എന്നാണ്. ഇദ്ദേഹം എന്ത് ചെയ്തു? ജനങ്ങൾ പ്രശംസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു മലയിൽ കയറി ഒരു ഗുഹയിൽ പ്രാർത്ഥനയും ഉപവാസമൊക്കെ ആയിട്ട് കഴിച്ചുകൂട്ടി. പിന്നെ വനത്തിലെ സസ്യങ്ങളും പയറുമാണത്രേ ഭക്ഷിച്ച് 30 വർഷം ജീവിച്ചത്. ദൈവമേ, ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാട്ടിൽ കിട്ടുന്ന സസ്യങ്ങളും പയറും ഉപയോഗിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നടക്കുന്ന പരിപാടിയാണ്? ഇത് നമ്മുടെ മക്കളോടും ചെറുപ്പക്കാരോടും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലുണ്ടാകാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ട. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എന്തിനെ ഈ വനത്തിലെ സസ്യങ്ങളും പയറും കഴിച്ച് ജീവിക്കണേ എന്നാണ് ചോദ്യം. ഇങ്ങനെ ജീവിതത്തിലെ സന്തോഷങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഇദ്ദേഹം ഗുഹയിൽ കയറി പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ ആ ജീവിതത്തിൻ്റെ സുഗന്ധം ആ വനത്തിൽ ഒതുങ്ങിയില്ല. എവിടെ നമ്മൾ ഇഷ്ടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ വരും. കാരണം ഇഷ്ടങ്ങൾ ഉപേക്ഷിച്ച് ദൈവേഷ്ടം നടത്തുന്നതാണ് ശരിയായ ജീവിതാർപ്പണം. ഇങ്ങനെ അദ്ദേഹം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരിതറിഞ്ഞ് വന്നുകൂടി. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ജീവിതത്തിൽ വേണ്ട എന്ന് വയ്ക്കുന്ന സുഖങ്ങളാണ് ശിഷ്യരെ സമ്പാദിക്കാനുള്ള നല്ല മാർഗമെന്ന്. അങ്ങനെ ശിഷ്യന്മാരൊക്കെ വന്നുകൂടി. അപ്പോൾ ഈ സന്യാസി എപ്പോഴും പറയും, മരണസ്മരണയാണ് സന്യാസ പരിപൂർണതയുടെ അടിസ്ഥാനമെന്ന്. അതായത് മരണത്തെക്കുറിച്ച് ഓർക്കലാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനം. അത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സന്യാസികളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിലെപ്പോഴും പറയും മരണത്തെക്കുറിച്ച് ഓർക്കുക. വിശുദ്ധ ബെനഡിക്റ്റും പറയും. അതുപോലെ നമ്മൾ കുരിശുമല ആശ്രമത്തിൽ പോയാൽ, എവിടെയൊക്കെ ഞാൻ കുറേ ആശ്രമങ്ങളിൽ പോയിട്ടുള്ളതാണ്, സന്യാസ ആശ്രമങ്ങളിൽ. അതുപോലെ തന്നെ ഗുഹയിൽ ജീവിക്കുന്ന പുരോഹിതരുടെ അടുത്തേക്ക് അവരൊക്കെ സംസാരത്തിൻ്റെ ഉള്ളിൽ പറയുക, മരണസ്മരണയാണ് ജീവിതം ക്രമീകരിക്കാൻ ഏറ്റവും നല്ലത് എന്ന്. അങ്ങനെ ഇദ്ദേഹം മരണസ്മരണ പഠിപ്പിച്ചു. അപ്പോൾ അതിന് എളുപ്പമായിട്ട് ഈ മരണത്തെ ഓർക്കാനൊരു വഴിയുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കുഴി ഉണ്ടാക്കി, ഒരു ശവക്കുഴി. എന്നിട്ട് എന്നും അതിൻ്റെ മുമ്പിൽ ധ്യാനിക്കാമല്ലോ. അപ്പോൾ മരണത്തെക്കുറിച്ച് ഓർക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ ഒരു കുഴി ഉണ്ടാക്കി. അങ്ങനെ ഒരു ദിവസം വിശുദ്ധൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മൾ ശവകുടീരൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പോൾ ആരാണ് ആദ്യം സമർപ്പണം നടത്തണ്ടേ ശവക്കുഴിയിലേക്ക്? അപ്പോൾ ബാസിൽ എന്ന് പറയുന്നൊരു പുരോഹിതൻ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ തയ്യാറാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, അപ്പോൾ ശവക്കുഴി ഉണ്ടാക്കിയതും പഠിപ്പിക്കാൻ തുടങ്ങിയതും വിശുദ്ധ തെയോഡോഷ്യസാണ്. എന്നിട്ട് സമർപ്പണം നടത്താനായിട്ട് ചോദിച്ചപ്പോൾ വന്നത് ബാസിൽ എന്ന് പറയുന്നൊരു പുരോഹിതനാണ്. അദ്ദേഹം തയ്യാറെന്ന് പറഞ്ഞു. അവർ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലി ശവക്കുഴിയിൽ വെച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ നല്ല ആരോഗ്യത്തിലിരുന്ന ഈ ബാസിൽ എന്ന് പറയുന്ന പുരോഹിതൻ മരിച്ചു. അങ്ങനെ ആ കുഴിയിൽ സംസ്കരിച്ചു. അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, കണ്ടോ അദ്ദേഹം തയ്യാറെന്ന് പറഞ്ഞതുകൊണ്ടാണ് മരിച്ചത് എന്ന്. ഒരിക്കലുമല്ല.
അദ്ദേഹം ആ പ്രായത്തിൽ ആ ദിവസത്തിൽ മരിക്കണമെന്ന് ദൈവഹിതമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ ദൈവം തോന്നിപ്പിച്ചത്. ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതല്ലെങ്കിൽ ശവക്കുഴി ഉണ്ടാക്കിയ ആ വിശുദ്ധ തെയോഡോഷ്യസ് തന്നെ അതിൽ കിടന്ന് മരിക്കേണ്ടതല്ലേ ആയിരുന്നത്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള പദ്ധതി 106 വയസ്സ് വരെ നീ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കണമെന്നായിരുന്നു. എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അങ്ങനെ ഇദ്ദേഹം സന്യാസ ജീവിതം നയിച്ച ഒരു വിശുദ്ധനാണ്. 12 ശിഷ്യന്മാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു ദിവസം ആശ്രമത്തിൽ ഈ കാട്ടിലെ സസ്യങ്ങളും കിട്ടിയില്ല എന്നാണ് തോന്നുന്നത്. ഒന്നും ഉണ്ടായില്ല ഭക്ഷിക്കാൻ. അപ്പോൾ ആശ്രമാംഗങ്ങളൊക്കെ പിറുപിറുക്കാൻ തുടങ്ങി. അതങ്ങനെയാണ്. പൂർണ്ണമായി സന്യാസത്തിലേക്ക് വന്നില്ലെങ്കിൽ ആശ്രമത്തിലും പിറുപിറുപ്പുണ്ടാകും കുറവുകൾ വരുമ്പോൾ. പൂർണ്ണതയിലാണെങ്കിലോ വിശന്ന് മരിക്കാനും തയ്യാറായിട്ട് ഇരിക്കും. അതിന് വിശുദ്ധനാകണം, ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടാകണം. അങ്ങനെ ആശ്രമാംഗങ്ങളൊക്കെ പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ വിശുദ്ധൻ പറഞ്ഞു, ദൈവത്തിൽ ശരണം വെക്കി, അവിടെ നിന്ന് തരും. അത് പറഞ്ഞു തീരെയല്ല, ഭക്ഷണം എത്തി. പ്രിയ കൂട്ടുകാരെ, ഇന്ന് സന്യാസത്തിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ 2025 ഇതുപോലെയുള്ള ജീവിതങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ സുഖങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറാണോ എന്ന് നിരന്തരം നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കാം. പിന്നെ ഈ സന്യാസികൾ പറയുന്ന പോലെ നമ്മുടെ ശവക്കുഴി എന്നും മനസ്സിൽ കാണാം. അങ്ങനെ കണ്ടതുകൊണ്ട് വേഗം മരിക്കൊന്നുമില്ല. ആ ശവക്കുഴി മനസ്സിൽ കണ്ടാൽ ഇതിലേക്ക് ഞാൻ എന്നെങ്കിലും പോകണമല്ലോ, അതിന് ഞാൻ എൻ്റെ ജീവിതം ക്രമീകരിക്കണം, ഇത്രയേ ഉള്ളൂ ജീവിതം എന്നൊക്കെ ചിന്തിക്കാൻ ഇത് നല്ലതാണ്. അങ്ങനെ ഈ ബെത്ലഹേമിൻ്റെ അടുത്തായിരുന്നത്രേ തെയോഡോഷ്യസിൻ്റെ ആശ്രമം. പിന്നെ അദ്ദേഹം വൃദ്ധർക്കും വികലാംഗർക്കും സന്യാസത്യാഗികൾക്കൊക്കെ കുറേ ശുശ്രൂഷ കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചു, 4 പള്ളികൾ സ്ഥാപിച്ചു. പിന്നെ രോഗികളുടെ ശുശ്രൂഷയും അറിയാത്തവരുടെ, പരിചയമില്ലാത്തവരുടെ ബോഡിയൊക്കെ സംസ്കരിക്കലൊക്കെ ചെയ്തു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിശുദ്ധ ജീവിതം നയിച്ച് വാർദ്ധക്യത്തിലെത്തി ക്ലേശങ്ങൾ ക്ഷമയോടെ സഹിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചത്. ഇന്നത്തെ ആർഭാടങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ ഈ സന്യാസ ജീവിതത്തിന് വലിയ വിലയുണ്ട് കേട്ടോ. നമുക്കറിയാലോ, ഈ കാലത്തും കുറേ പേര് മലയിലൊക്കെ പോയി സന്യാസ ജീവിതം നയിക്കുന്നുണ്ട്. അവിടെ പോയാൽ തന്നെ ആ സ്ഥലത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഹൃദയത്തിൽ കിട്ടും. കാരണം സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ളവർ, എപ്പോൾ വേണമെങ്കിൽ മരിക്കാൻ തയ്യാറായവർ. അതുപോലെ ഈ ആശ്രമങ്ങളിലൊക്കെ മലകളിലത്തെ ഭക്ഷണവും കഴിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പച്ചക്കറികളും കഴിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നല്ല അവസ്ഥയാണ്. പ്രിയ സഹോദരങ്ങളെ, നമുക്കിന്ന് വിശുദ്ധ തെയോഡോഷ്യസിനോട് പ്രാർത്ഥിക്കാം. അധികമായ ആർഭാടങ്ങളും, വിശുദ്ധനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് മലയിൽ കയറിയിരിക്കാനൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ. അതുകൊണ്ട് അധികമായ ആർഭാടങ്ങൾ അതെല്ലാം ഉപേക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഞാൻ പലപ്പോഴും ആരോഗ്യമുള്ള സമയത്തൊക്കെ കുരിശുമല ആശ്രമത്തിൽ പോകാറുണ്ട്. അതുപോലെ ഒരു 22 വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഈ നല്ലതണ്ണി മലയിലെ ആ ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ കുറേ മലയിലുള്ള ആശ്രമങ്ങളും അവിടെയുള്ള ജീവിതവും കാണാൻ പോയിട്ടുണ്ട്. എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളൊരു സ്ഥലമാണ് കുരിശുമല. ഞാൻ കുറേയേറെ ദിവസങ്ങൾ 7-10 ദിവസങ്ങളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. അവിടെ നിന്ന് തന്നെയാണ് എനിക്കും ജീവിതത്തിൻ്റെ ഒരു വലിയ ദർശനം കിട്ടിയിട്ടുള്ളത്. പ്രിയ കൂട്ടുകാരെ, ജീവിതത്തിൽ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റുമോ എന്നൊന്ന് ചിന്തിച്ചാൽ നല്ലതാണ്. ഈ കാലഘട്ടത്തിലും നമ്മുടെ വീട്ടിലായിരിക്കുമ്പോഴും ഒരു സന്യാസ ജീവിതം നയിക്കാൻ ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതിനായിട്ട് നമുക്ക് ഈ സന്യാസി വിശുദ്ധനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. ആമേൻ.